എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസാണ്. അതായത് കേട്ടറ്റ് 3ക്കും HSA സോഷ്യൽ സയൻസിനും ഏകദേശം സെയിം സിലബസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സിലബസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം ഇന്ന് നമ്മുടെ HSAയുടെ പുതിയൊരു ക്ലാസ് തുടങ്ങുകയാണ്. നമ്മൾ കേരള നവോത്ഥാനമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. കാരണം കഴിഞ്ഞ UPSC പരീക്ഷകളിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒന്നാണ് കേരള നവോത്ഥാനം. നമ്മുടെ പാർട്ട് എക്കകത്തുള്ള മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ കോർ സബ്ജക്റ്റിനകത്തും ഈ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജൻ. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. മലബാറിലെ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. VK ഗുരുക്കൾ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അധംസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു. ഭാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ. കേരളൻ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന അക്കമ്മ ചെറിയനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി നമുക്ക് ഈ ഓരോ നവോത്ഥാന നായകന്മാരെയും അവർ കൊണ്ടുവന്ന സംഭാവനകളെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലുള്ള ചെമ്പഴന്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. 1928 സെപ്റ്റംബർ 20 അദ്ദേഹം സമാധിയായ വർഷം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻ വർഷങ്ങളിലുള്ള PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ജനന സ്ഥലവും ചെമ്പഴന്തി തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ജനനം 1856 ഓഗസ്റ്റ് 20 പിന്നെ സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20 അദ്ദേഹം അറിയപ്പെടുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ്. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മലയാളി കൂടിയാണ്. അതുപോലെ ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആദ്യ മലയാളി കൂടിയാണ് ശ്രീനാരായണ ഗുരു. ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുവിൻ്റെ പേരാണ് കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ. ആദ്യ ഗുരുവിൻ്റെ പേരാണ് കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ എന്ന് പറയുന്നത്. ഇനി അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ഇവിടെ മാറിപ്പോരുത്. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചതാണ് ഇവിടെ ചോദിച്ചത്. 1887. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് 1888. ആലുവ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നത് 1913. അത് മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നത് 1913. മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര. ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ്. നോക്കാം, ആശ്രമം സ്ഥിതി ചെയ്യുന്ന അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ എന്ന് പറയുന്നത്. അരുവിപ്പുറം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്, നെയ്യാർ തീരത്താണ്. അത് മാറിപ്പോരുത്. അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അത് അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ആശയം പറയുന്നത്. 1924 നടന്നിട്ടുള്ള സർവ്വമത സമ്മേളനത്തിലാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്.
ഈ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. ഓക്കെ, അപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നീ ആശയം മുന്നോട്ട് വെച്ചത് അദ്വൈത ആശ്രമത്തിൽ 1924 നടന്ന സർവമത സമ്മേളനത്തിലാണ്. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് സർ ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകളാണ്. അതിൻ്റെ വർഷവും നോട്ട് ചെയ്ത് വയ്ക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത്, അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠയാണ് അദ്ദേഹം നടത്തുന്നത് 1888. ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷമായിരുന്നു 1887. അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത് 1888. അവിടെ ശിവലിംഗമാണ് പ്രതിഷ്ഠിക്കുന്നത്. ദെൻ കാരമുക്ക് ക്ഷേത്രം, കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠയാണ്. ദെൻ ശിവഗിരി ക്ഷേത്രം, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠയാണ് നടത്തുന്നത്. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം കൂടിയാണ് ശിവഗിരി എന്ന് പറയുന്നത്. സമാധിയായ സ്ഥലം കൂടിയാണ് ശിവഗിരി. അവിടെ അദ്ദേഹം 1912 നടത്തുന്ന പ്രതിഷ്ഠയാണ് ശാരദാ പ്രതിഷ്ഠ. കാരമുക്ക്, അത് തൃശ്ശൂരിലാണ്. കാരമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠയാണ് അദ്ദേഹം നടത്തുന്നത് 1920. ഇവിടെ വർഷം കൂടി പഠിച്ചു വയ്ക്കുക. അരുവിപ്പുറം പ്രതിഷ്ഠ 1888, കാരമുക്ക് ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ 1910, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ 1912, കാരമുക്കിൽ നിലവിളക്കാണ് പ്രതിഷ്ഠിക്കുന്നത് 1920. കളവൻകോട് ആലപ്പുഴയിൽ കണ്ണാടി പ്രതിഷ്ഠയാണ് 1927. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്തത് തലശ്ശേരിയിലാണ്. അത് 1927. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്താണ്, എന്ന നവോത്ഥാന നായകൻ്റെ കാലഘട്ടത്താണ്. അപ്പം 1928 അദ്ദേഹം സമാധിയാവുന്നത്. 1927 അദ്ദേഹത്തിൻ്റെ പ്രതിമ ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്തത്. അത് തലശ്ശേരിയിലാണ്. അതിന് മുൻകൈ എടുത്തത് മൂർക്കോത്ത് കുമാരനാണ്. ഇനി താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ഗുരു ആഹ്വാനം ചെയ്ത സമ്മേളനമാണ് പരവൂർ. അത് നടന്നത് പരവൂരിലാണ്. ഇതും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം നടക്കുന്നത് പരവൂരിലാണ്. ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് എവിടെയാണ്? ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് പിള്ളത്തടം ഗുഹയിലാണ്. മരുത്താമലയിലാണ് അതുള്ളത്. മരുത്താമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരിയാണ്. ഓക്കെ, അപ്പോൾ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് പിള്ളത്തടം ഗുഹ മരുത്വാമലയിലാണ്, കന്യാകുമാരിയിലാണത് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം 2 തവണയാണ് ശ്രീലങ്കയിൽ സന്ദർശിച്ചിട്ടുള്ളത്. ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. 2 തവണയാണ് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത്, 1918 1926. ശ്രീനാരായണ ഗുരുവിൻ്റെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് RBI അഥവാ റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷമാണ് 2006. ശ്രീനാരായണ ഗുരുവിൻ്റെ 150-ാമത്തെ ജന്മവാർഷികം പ്രമാണിച്ച് RBI അഥവാ റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷമാണ് 2006. ഇനി അദ്ദേഹം സ്ഥാപിക്കുന്ന സംഘടനയാണ് SNDP അഥവാ സാധുജന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത്. സാധുജന അല്ല, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആണ് SNDPയുടെ ഫുൾ ഫോം. അത് സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. SNDP സ്ഥാപിക്കുന്നത് 1903 1903 മെയ് 15 SNDP സ്ഥാപിക്കുന്നത്. അപ്പം SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. ഓക്കെ, SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. SNDP യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. ആദ്യ മുഖപത്രം വിവേകോദയമാണ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കുമാരനാശാനാണ്. വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് M ഗോവിന്ദനാണ്. അപ്പം SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. അതിൻ്റെ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് M ഗോവിന്ദനാണ്. അതുപോലെ SNDP സ്ഥാപിതമായിട്ടുള്ള വർഷം 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥം. ഓക്കെ, ഇപ്പോഴത്തെ മുഖപത്രം, ഇത് രണ്ടും മാറിപ്പോകരുത്. ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം, ഇപ്പോഴത്തെ മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥം എന്നുള്ളതാണ്.
ഗുരു വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904 ഗുരു വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904 ഗുരു ശിവഗിരിയിൽ ശാരദാദേവി പ്രതിഷ്ഠ നടത്തിയ വർഷം 1912 മുന്നേ പറഞ്ഞു. ശാരദാദേവി പ്രതിഷ്ഠ നടത്തിയ വർഷം 1912 സർവമത സമ്മേളനം നടത്തിയ വർഷം 1924 അപ്പോൾ സർവമത സമ്മേളനം നടക്കുന്നത് 1924 അവിടെ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ആ ഒരു സന്ദേശം നൽകിയത് ഈ പറയുന്ന ആലുവ അദ്വൈത ആശ്രമത്തിൽ 1924 നടന്നിട്ടുള്ള ഈ സമ്മേളനത്തിലാണ്, സർവമത സമ്മേളനത്തിലാണ്. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ടി സദാശിവ അയ്യരായിരുന്നു. അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്നു. ഇനി സർവമത സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം കലഹിക്കുവാനല്ല മറിച്ച് പരസ്പരം അറിയുവാൻ. കലഹിക്കുവാനല്ല മറിച്ച് പരസ്പരം അറിയുവാൻ എന്നുള്ളതാണ് സർവമത സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം. ഇനി അയ്യങ്കാളി ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1912 അയ്യങ്കാളി ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1912 അയ്യങ്കാളി ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം എവിടെയായിരുന്നു? ബാലരാമപുരം. ബാലരാമപുരത്തിൽ 1912 അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ഇനി വാഗ്ഭടാനന്ദൻ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1914 1914 വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നീ വാചകങ്ങളുള്ള ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതി മീമാംസ. അപ്പം ഈ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് സർവമത സമ്മേളനത്തിലാണെന്ന് പറഞ്ഞു. ഈ ഒരു ആശയം, ഈ ഒരു വാചകം ഉള്ള ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതി മീമാംസ. ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897 ആത്മോപദേശ ശതകം രചിച്ചത് 1897 ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം 2 തവണയാണ് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചത്. ആദ്യമായിട്ട് സന്ദർശിച്ചത് 1918 പറഞ്ഞു. അവസാനമായിട്ടും അദ്ദേഹം സന്ദർശിച്ചത് 1926 പറഞ്ഞു. ആദ്യമായി അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം, അതായത് ആദ്യമായി ശ്രീലങ്കൻ യാത്രയിൽ കാവി വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം 1922. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാഗ്ഭടാനന്ദനും സന്ദർശിച്ച വർഷം കണ്ടു 1914. അതുപോലെ തന്നെ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷമാണ് 1922. ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച സ്ഥലം ശിവഗിരിയിലാണ്. ടാഗോർ സന്ദർശിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്. CF ആൻഡ്രൂസ് ആണ് ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. ഇനി ടാഗോർ സന്ദർശനത്തിൽ, ഗുരു ടാഗോർ സന്ദർശന വേളയിൽ അതിന് ദ്വിഭാഷി ആയിട്ട് നിന്നിരുന്നത് കുമാരൻ ആശാനാണ്. മാറിപ്പോരുത്. ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925 സെയിം ശിവഗിരിയിൽ വെച്ചിട്ട് തന്നെയാണ് ഗാന്ധിജിയും സന്ദർശിക്കുന്നത്. ഗാന്ധിജി സന്ദർശിക്കുന്ന സമയത്ത് C രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത്. ഇവർ തമ്മിലുള്ള, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് N കുമാരനാണ്. ഇത് മാറിപ്പോരുത്. ടാഗോർ ഗുരുവിനെ സന്ദർശിക്കുന്നത് 1922 നവംബർ 22 1922 നവംബർ 22 അത് ശിവഗിരിയിൽ വെച്ചിട്ടാണ്. കൂടെ ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്. ഇവർ തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി കുമാരൻ ആശാനാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത് 1925 മാർച്ച് 12. ഈ ഒരു ഡേറ്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്.
സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സി രാജഗോപാലജി ആയിരുന്നു. ഇവർ തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് എൻ കുമാരനായിരുന്നു. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ്. ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ അരുവിപ്പുറം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? പെരിയാറിലാണ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന്യവിനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. ഈ ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് 1897 രചിക്കുന്നതെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചന എന്നറിയപ്പെടുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. പിന്നെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച ഒരു രചനയുണ്ട്. അതെന്ന് പറയുന്നത് നവമഞ്ജരിയാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ജരി. അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി വാവൂട്ട് യോഗം എന്ന പേരിൽ ആരംഭിച്ച വർഷം 1898. വാവൂട്ട് യോഗം എന്ന പേരിൽ അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി ആരംഭിച്ച വർഷം 1898. ഈ SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് വാവൂട്ട് യോഗമാണ്. അത് 1898 ആരംഭിച്ചത്. ഗുരുവിനെ പെരിയ സ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. SNDP യോഗം ആരംഭിച്ചതെന്ന് 1903 മെയ് 15. ഞാൻ ഓൾറെഡി ഈ ഡേറ്റ് പറഞ്ഞതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1903 മെയ് 15 SNDP യോഗം ആരംഭിച്ചത്. ഇനി മറ്റൊരു നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവ്, ദൈവദാസൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നീ നിലകളിലൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തിൻ്റെ ജനന തീയതിയും അതുപോലെ തന്നെ സമാധിയായ വർഷവും നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൈനഗരിയിലാണ്. ആലപ്പുഴ ജില്ലയിലുള്ള കൈനഗരിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം അന്തരിക്കുന്നത് 1871 ജനുവരി 3. 1871 ജനുവരി 3. അദ്ദേഹമാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുകൂടാതെ ദൈവദാസൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് CMI സഭ എന്ന് പറയുന്നത്. 1831 കുര്യാക്കോസ് ഏലിയാസ് ചാവറ CMI സഭ സ്ഥാപിക്കുന്നത്. CMI സഭയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്നുള്ളതാണ്. കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. അപ്പോൾ ഇത് രണ്ടും ചോദിക്കാം. CMI എന്നും ചോദിക്കാം, കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് ചോദിച്ചാലും രണ്ടും സെയിം ആണ്. അത് സ്ഥാപിച്ചത് ചാവറാച്ചനാണ്. അത് സ്ഥാപിക്കുന്ന വർഷം എത്രയാണ്? 1831. ഇനി കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത് ആരായിരുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയാണ് സെൻറ്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്നത്. 1846 സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിക്കുന്നത്. ഇതുകൂടാതെ പള്ളിക്കുടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ കൂടിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നമ്മൾ 1846 സ്ഥാപിച്ച സെൻറ്റ് ജോസഫ് പ്രസ്സിലും അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ആദ്യമായിട്ട് അച്ചടിച്ച പത്രമാണ് ദീപികാ പത്രം. ഈ ദീപികാ പത്രം 1887 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 46 സെൻറ്റ് ജോസഫ് പ്രസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
ഇനി പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ആത്മാനുതാപം, അനസ്താസിയുടെ രക്തസാക്ഷ്യം, നളാഗമങ്ങൾ എന്നിവ. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23. ഡേറ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ചാവറ അച്ഛനെ വിശുദ്ധനായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് വാഴത്തട വിപ്ലവം എന്ന് പറയുന്നത്. 1846 വാഴത്തട വിപ്ലവം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്ന് പറയുന്നത്. അതായത് അതുവരെ യൂറോപ്യന്മാരുടെ കുത്തകയായിരുന്നു അച്ചടി സാങ്കേതിക വിദ്യ. അപ്പം യൂറോപ്യന്മാരുടെ സഹായമില്ലാതെ കേരളത്തിൽ ഒരു തനതായിട്ട് ഒരു അച്ചടി വിദ്യ ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അതിനുള്ള നേതൃത്വം അല്ലെങ്കിൽ അതിന് വഴി തെളിയിച്ച വിപ്ലവമാണ് വാഴത്തട വിപ്ലവം. അത് നടക്കുന്നത് 1846 സെയിം ഇയറിലാണ് സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിക്കുന്നത് 1846 തന്നെയാണ്. ഓക്കെ, നമ്മുടെ ദീപിക പത്രമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. ഇതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ കുറിച്ച് പറയുന്നത്. ഇനി ചട്ടമ്പി സ്വാമികൾ, മറ്റൊരു നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഇവിടെ നമ്മൾ ഡേറ്റ് വലിയ പ്രാധാന്യമില്ല. 1853 അദ്ദേഹം ജനിക്കുന്നത്. 1924 അദ്ദേഹം സമാധിയാവുന്നത്. ഇതുവരെ ഡേറ്റ് അങ്ങനെ ചോദിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അതുപോലെ സമാധി സ്ഥലം ഇത് രണ്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജന്മസ്ഥലം എന്ന് പറയുന്നത് കണ്ണൻ മൂലയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള കണ്ണൻ മൂലയിലാണ് ജന്മസ്ഥലം എന്ന് പറയുന്നത്. ഈ കണ്ണൻ മൂല തന്നെ കൊല്ലൂർ എന്ന പേരിലും ചിലപ്പോൾ PSC ചോദിക്കാം. അപ്പം അതും ശരിയാണ്. കൊല്ലൂർ എന്ന പേരിലും ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തന്നെയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ് പന്മല എന്ന് പറയുന്നത്. പന്മലയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം എന്ന് പറയുന്നത്. ഇനി സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ്, ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാണു ആശാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു ആണ് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു. അതായത് രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടും അവരെ നിയന്ത്രിക്കുന്നതിനായിട്ടും നിയമിച്ചിരുന്നത് ഈ കുഞ്ഞൻ പിള്ളയെ ആയിരുന്നു. അതായത് മോണിറ്ററായിട്ട് നിയമിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചട്ടമ്പി എന്ന് പറയുന്ന ആ പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരത്താണ്. വടിവീശ്വരത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുന്നത്. ഇനി സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഇടുന്ന പേരാണ്, അദ്ദേഹത്തിൻ്റെ നാമമാണ് ഷൺമുഖദാസൻ എന്ന് പറയുന്നത്. ഷൺമുഖദാസനാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചതിന് ശേഷം സ്വീകരിച്ച പേരെന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് ആദരസൂചകമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2014 ഏപ്രിൽ 30. 2014 ഏപ്രിൽ 30 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ആദരസൂചകമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറക്കുന്നത്. ഓക്കെ, ഇനി ഓഗസ്റ്റ് 25 അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ ദിനമായിട്ടാണ് നമ്മളവിടെ കണക്കാക്കുന്നത്. ഓഗസ്റ്റ് 25 പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 25 എന്ന് പറയുന്നത്. 1853 ഓഗസ്റ്റ് 25 കണ്ണൻമൂല അഥവാ കൊല്ലൂർ, തിരുവനന്തപുരം ജില്ലയിലുള്ള കണ്ണൻമൂല അഥവാ കൊല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പം ഓഗസ്റ്റ് 25 എന്ന് പറയുന്നത് ജീവകാരുണ്യ ദിനമായിട്ടാണ് കേരളത്തിൽ നമ്മൾ ആചരിച്ചു വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം എന്നീ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെ സന്ദർശിച്ച വർഷം 1892. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം 1892. അതായത് സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. പിന്നെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികളെ സന്ദർശിക്കുന്നത് 1892. കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെ എത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിക്കുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ഓക്കെ,
അപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അതുപോലെ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തതും ചട്ടമ്പി സ്വാമികളാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി വൈകുണ്ഠ സ്വാമികൾ, സമ്പൂർണ്ണ ദേവൻ എന്നീ പേരിൽ അറിയപ്പെടുന്നതാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. സമ്പൂർണ്ണദേവൻ, അദ്ദേഹം 1809 ജനിക്കുന്നത്. 1851 അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സ്വാമിത്തോപ്പാണ്. സ്വാമിത്തോപ്പ്, ഇത് നമുക്ക് ചോദിക്കാം. വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു കാര്യം കൂടി സ്വാമിത്തോപ്പിൽ വെച്ച് നടക്കുന്നുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജന്മസ്ഥലം എന്ന് പറയുന്നത് കന്യാകുമാരിയിലുള്ള സ്വാമിത്തോപ്പിലാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമം എന്ന് പറയുന്നത് മുടിചൂടും പെരുമാൾ എന്നുള്ളതായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. വൈകുണ്ഠ സ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം ഈ പറയുന്ന ജന്മസ്ഥലമായിട്ടുള്ള സ്വാമിത്തോപ്പിലാണ്. ഓക്കെ, ഈ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല പേരും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. മുടിചൂടും പെരുമാൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്നിട്ട് അദ്ദേഹം മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി ഈ മുടിചൂടും പെരുമാൾ എന്നുള്ളത്. അതിനുശേഷമാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന പേര് സ്വീകരിക്കുന്നത്. അപ്പം ഇത് 2014 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഓർത്ത് വെക്കുക. മുടിചൂടും പെരുമാൾ എന്നുള്ളത് വൈകുണ്ഠ സ്വാമികളുടെ ബാലകാല പേരാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം. ഇത് ഉയർത്തിപ്പിടിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂല് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അഖിലത്തിരുട്ട്, അമ്മാനെ, അതുപോലെ അരുൾനൂൽ എന്നീ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അയ്യാവഴി എന്നുള്ളതാണ് ഈ പറയുന്ന കൃതികളിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. അതായത് അയ്യാവഴി എന്ന് പറഞ്ഞാൽ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ഒരു ചിന്താ പദ്ധതിയാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത്. ഈ അയ്യാവഴി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന 2 കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനെ, അതുപോലെ അരുൾനൂൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. 1836 സമത്വ സമാജം അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇനി സമപന്തി ഭോജനം, ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ പന്തി ഭോജനം വരുന്നുണ്ട്, സമപന്തി ഭോജനം വരുന്നുണ്ട്, മിശ്ര ഭോജനം വരുന്നുണ്ട്. അപ്പം ഇത് മാറിപ്പോകരുത്. അപ്പോൾ സമപന്തി ഭോജനം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, സമപന്തി ഭോജനം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ സ്വാമിത്തോപ്പിലെ മുന്തിരിക്കിണർ എന്ന് പറയുന്നതും വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് എല്ലാ ജാതിക്കാർക്കും തുല്യമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു കിണർ നിർമ്മിച്ചത് മുന്തിരിക്കിണർ എന്നാണ് ആ കിണറിൻ്റെ പേര്. അത് സ്വാമിക്കിണർ എന്നും അറിയപ്പെടുന്നുണ്ട്. സ്വാമിത്തോപ്പിലാണ് അത് ഉള്ളത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് അത് സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറഞ്ഞു. ഇനി മാർച്ച് 12 പ്രത്യേകത എന്താണ്? മാർച്ച് 12 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് മാർച്ച് 12 എന്ന് പറയുന്നത്. അത് നമ്മൾ വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായിട്ടുള്ള മാർച്ച് 12 സർക്കാർ നാടാർ സമുദായത്തിന് നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട്. ഇനി ചാന്നാർ ലഹള ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ ചാന്നാർ ലഹളയ്ക്ക് അഥവാ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തൈക്കാട് അയ്യ.
തൈക്കാട് അയ്യ, അതായത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സുബ്ബരായ പണിക്കറാണ്. ഇത് പഠിച്ചു വെക്കണം. തൈക്കാട് അയ്യ എന്നുള്ളത്, തൈക്കാട് അയ്യ നമ്മൾ മുന്നേ കണ്ടു, ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവാണ്. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ഗുരുവും തൈക്കാട് അയ്യയാണ്. അദ്ദേഹത്തിൻ്റെ തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും. അപ്പം ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സുബ്ബരായ പണിക്കർ എന്നുള്ളതാണ്. ഇത് മുൻവർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ഒരു പേരാണ്. ഗുരുക്കന്മാരുടെ ഗുരു, അതുപോലെ ശിവരാജയോഗി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. അദ്ദേഹം സ്വീകരിച്ച പേരാണ് ശിവരാജയോഗി അയ്യ സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹം തൈക്കാട് അയ്യാഗുരു സ്വീകരിച്ച നാമമാണ് ശിവരാജയോഗി അയ്യ സ്വാമികൾ എന്ന് പറയുന്നത്. ഇനി മനോന്മണിയും സുന്ദരൻ പിള്ളയുടെ സഹായത്തോടുകൂടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ശൈവപ്രകാശ സഭ എന്ന് പറയുന്നത്. ശൈവപ്രകാശ സഭ എന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ്. മനോന്മണിയും സുന്ദരൻ പിള്ളയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇനി പന്തി ഭോജനം, ഇത് മാറിപ്പോരുത്. നമ്മൾ കണ്ടു സമപന്തി ഭോജനം എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പന്തി ഭോജനം എന്ന് പറയുന്നതാണ് തൈക്കാട് അയ്യ എന്നുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതും ചോദിച്ചിട്ടുണ്ട്. തൈക്കാട് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വിധത്തിലാണ് നമുക്ക് സമപന്തി ഭോജനം, രണ്ടും പന്തി ഭോജനം എന്നുള്ളത് അതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാറിപ്പോകരുത്. സമപന്തി ഭോജനം എന്ന് പറയുന്നതാണ് വൈകുണ്ഠസ്വാമികൾ, പന്തി ഭോജനം എന്ന് പറയുന്നത് തൈക്കാട് അയ്യയാണ്. അതുപോലെ മിശ്ര ഭോജനം എന്ന് പറയുന്ന മറ്റൊരു ആശയമുണ്ട്, അത് സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ഭോജനം എന്ന് പറയുന്ന മറ്റൊരു ആശയമുണ്ട്, അത് വാഗ്ഭടാനന്ദനാണ്. ഇത് മാറിപ്പോരുത്. പന്തി ഭോജനം തൈക്കാട് അയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ഇനി അയ്യാ ഗുരുകുലം സ്ഥാപിക്കുന്നത് 1953 അയ്യാ ഗുരുകുലം സ്ഥാപിക്കുന്നത് 1953 ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ എന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജനന വർഷം എന്ന് പറയുന്നത് 1852 സമാധിയായ വർഷം 1929 ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നോട്ട് ചെയ്ത് വെക്കുക. ഗോവിന്ദൻ കുട്ടി എന്നുള്ളതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നുള്ളതാണ്. അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നറിയപ്പെട്ടില്ലെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കാരാട്ട് ഗോവിന്ദ മേനോനാണ്. ബാല്യകാല നാമമാണ് ഗോവിന്ദൻ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു, അതുപോലെ പുരുഷസിംഹം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ. ഇനി ആനന്ദ മഹാസഭ 1918 സ്ഥാപിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് യോഗിനി മാതയാണ്. സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? യോഗിനി മാതയാണ്. ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് T രാമപണിക്കറാണ്. ഈ സംഘടനകളുടെയൊക്കെ സെക്രട്ടറിയും വൈസ് ചാൻസലറും അതുപോലെ ഇങ്ങനെ പ്രസിഡന്റും ഒന്നും മാറിപ്പോരുത്. ആനന്ദ മഹാസഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? യോഗിനി മാതയാണ്. ആദ്യ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ T രാമപണിക്കറാണ്. ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാലോ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതിൻ്റെ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുകൊണ്ട് ആദ്യത്തെ പ്രസിഡന്റും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വൈസ് പ്രസിഡന്റാണ് യോഗിനി മാത. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രഹ്മാനന്ദ ശിവയോഗി വിശ്വസിച്ചിരുന്ന ഒരു മതമാണ് ആനന്ദമതം എന്ന് പറയുന്നത്. അതുകൂടാതെ മനസ്സിലെ ശാന്തി സ്വർഗവാസവും അതുപോലെ അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന ദർശനം ആണ് ആനന്ദ ദർശനം എന്ന് പറയുന്നത്. അതും അദ്ദേഹമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ ആനന്ദ ജാതി എന്ന് പറയുന്ന ഒരു ആശയം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണിത്. അപ്പോൾ ആനന്ദ ദർശനം എന്ന് ചോദിച്ചാലും ആനന്ദ ജാതി എന്ന് ചോദിച്ചാലും ആനന്ദ മതം എന്നൊക്കെ ആരുമായി റിലേറ്റഡ് ആണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട് റിലേറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു മനസ്സാണ് ദൈവം എന്ന് പറയുന്നത്.
ഇനി പ്രധാന കൃതികളാണ് 1905 മോക്ഷപ്രദീപം, അതുപോലെ ജ്ഞാനക്കുമ്മി. ജാതിക്കുമ്മി അല്ല, പലരും തെറ്റിദ്ധരിക്കാറുള്ള ഒന്നാണ്. ജാതിക്കുമ്മി എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. ജാതിക്കുമ്മി എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പിൻ്റെയാണ്. ജ്ഞാനക്കുമ്മിയാണ് ആരുടെ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ. ഓക്കെ, ജ്ഞാനക്കുമ്മിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി അദ്ദേഹം ആലത്തൂർ സ്കൂളിൽ രാജയോഗ പരിശീലകനായ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നെ അതുകൊണ്ട് തന്നെ ആലത്തൂർ സ്കൂളിൽ അദ്ദേഹം വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആലത്തൂർ ശിവയോഗി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി വാഗ്ഭടാനന്ദൻ്റെ ജനനവർഷം 1885. അതുപോലെ സമാധിയായിട്ടുള്ള വർഷം 1939 VK ഗുരുക്കൾ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അഥവാ VK ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയമാണ് തത്വപ്രകാശിക. അത് 1906 സ്ഥാപിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല. 1911 സ്ഥാപിക്കുന്നത്. 1911 സ്ഥാപിച്ചിട്ടുള്ള രാജയോഗാനന്ദ കൗമുദി യോഗശാല എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം കണ്ടുമുട്ടിയത് 1914. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ശ്രീനാരായണ ഗുരുവിനെ വാഗ്ഭടാനന്ദൻ കണ്ടുമുട്ടുന്നത് 1914. പിന്നെ അദ്വൈത ദർശനം എന്ന് പറയുന്നത്, അദ്വൈത ദർശനം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ്? വാഗ്ഭടാനന്ദനുമാണ്. അപ്പം ഇവിടെ മാറിപ്പോരുത്, ആനന്ദ ദർശനം എന്ന് പറയുന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് അദ്വൈത ദർശനമാണ്. ഇനി മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ഇവിടെ നമുക്ക് വേറൊരു ചോദ്യം കൂടി വരാം. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാലും പെട്ടെന്ന് പോയി വാഗ്ഭടാനന്ദൻ എന്നൊന്നും മാർക്ക് ചെയ്യരുത്, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള മലബാറിലെ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇത് വാഗ്ഭടാനന്ദൻ അറിയപ്പെട്ടിരുന്നതാണ്. അതായത് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് 1917. ഇനി യജമാനൻ എന്ന് പറയുന്ന മാസിക ആരംഭിക്കുന്നത് 1939. അപ്പോൾ യജമാനൻ എന്ന മാസിക ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ്? വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ആത്മവിദ്യയാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ആത്മവിദ്യയാണ്. ആത്മവിദ്യ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൻ്റെ മുഖപത്രം, അതായത് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നതാണ് അഭിനവ കേരളം എന്ന് പറയുന്നത്. അഭിനവ കേരളം 1921 കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരിക കൂടിയാണ് അഭിനവ കേരളം. വാരിക കൂടി 1921 കോഴിക്കോട് നിന്നും ആരംഭിച്ച വാരിക കൂടിയാണ് അഭിനവ കേരളം എന്ന് പറയുന്നത്. അതുപോലെ ആത്മവിദ്യാ കഹളം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? അതും വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 1929 അതായത് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത്. മാറിപ്പോരുത്, അതൊരു വാരിക തന്നെയാണ്. ഓക്കെ, ആത്മവിദ്യാ കാഹളം 1929, അഭിനവ കേരളം 1921. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അധംസ്ഥിതികരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇദ്ദേഹത്തിൻ്റെ ജനന വർഷം ചോദിച്ചിട്ടുണ്ട്. 1863 ഓഗസ്റ്റ് 28 അദ്ദേഹത്തിൻ്റെ ജനന വർഷം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സമാധിയായ വർഷം 1941 ജൂൺ 18. ഓക്കെ, ജന്മസ്ഥലം പെരുംകാട്ടുവിളയാണ്. വേങ്ങാനൂർ, തിരുവനന്തപുരം ജില്ലയിലുള്ള വേങ്ങാനൂരിലെ പെരുംകാട്ടുവിളയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അദ്ദേഹം പുലയ സമുദായത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ഒരു നവോത്ഥാന നായകനാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദളിതർക്ക് പൊതുനിരപ്പിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായിട്ട് വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അതും അയ്യങ്കാളിയാണ്.
അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദളിതർക്ക് പൊതുനിരപ്പിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ച യാത്രയാണ് വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. ഓക്കെ, അത് 1893 വെങ്ങാനൂരിൽ നിന്നും ട്രിവാൻഡ്രം വരെയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് സംഘടിത കലാപമല്ല, കർഷക സമരത്തിന്, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഇവിടെ കേരളത്തിൻ്റെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഇനി കുടിപ്പള്ളിക്കുടം എന്ന് പറയുന്നത് 1905 കുടിപ്പള്ളിക്കുടം എന്ന് പറയുന്നത്, അതായത് പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി വേങ്ങാനൂരിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് കുടിപ്പള്ളിക്കുടം എന്ന് പറയുന്നത്. 1905 വേങ്ങാനൂരിൽ കുടിപ്പള്ളിക്കുടം സ്ഥാപിക്കുന്നത്. ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനയാണ് സാധുജന പരിപാലന സംഘം. 1907 അത് സ്ഥാപിക്കുന്നത്. അതിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലിനിയാണ്. 1913 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1913 സ്റ്റാർട്ട് ചെയ്ത പത്രമാണ് സാധുജന പരിപാലിനി. ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ഓക്കെ, ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ചെമ്പന്തറ എന്ന് പറയുന്നത് ഒരൊറ്റ വേർഡാണ്. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത്. സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ, മുഖപത്രമായ സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ഇനി പുലയ മഹാസഭയായിട്ട് ഈ പറയുന്ന സാധുജന പരിപാലന സംഘം മാറുന്നത് 1938 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഇത് പുലയ മഹാസഭയായിട്ട് മാറിയ വർഷമാണ് 1938 എന്ന് പറയുന്നത്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് അയ്യങ്കാളി. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും, അതായത് ഒരു പുലയ സമുദായത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളത്. കൂടാതെ 28 വർഷം തുടർച്ചയായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് അയ്യങ്കാളി. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലഹളയാണ് പുലയ ലഹള എന്ന് പറയുന്നത്. ഓക്കെ, പുലയ ലഹള. അപ്പോൾ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ പുലയ ലഹള നയിച്ച നേതാവ് എന്നും അയ്യങ്കാളി അറിയപ്പെടുന്നുണ്ട്. 1915 പുലയ ലഹള നടക്കുന്നത്. അതിൻ്റെ മറ്റ് പേരുകളാണ് ഊരുട്ടമ്പലം ലഹള, 90ാമത് ലഹള എന്നിങ്ങനെ. അതൊക്കെയാണ് അതിൻ്റെ മറ്റു പേരുകൾ. ഇനി അയ്യങ്കാളി സ്മാരകം എന്ന് പറയുന്നത് ചിത്രകൂടമാണ്. ചിത്രകൂടത്താണ് അയ്യങ്കാളി സ്മാരകമുള്ളത്. ഇനി പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതായത് അയ്യങ്കാളിയെ പുലയന്മാരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി നെടുമങ്ങാട് ചന്തലഹള എന്ന് പറയുന്നതും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ലഹളയാണ്. അത് ആരംഭിക്കുന്നത് 1912 നെടുമങ്ങാട് ചന്തലഹള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. നെടുമങ്ങാട് ചന്തലഹള എന്ന് പറയുന്നത് 1912 നടക്കുന്നത്. ഇനി കല്ലുമാല സമരം അതുപോലെ തന്നെ പെരിനാട് ലഹള തുടങ്ങിയവയൊക്കെ നടക്കുന്നത് 1915. ഈ കല്ലുമാല സമരം തന്നെയാണ് പെരിനാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് സാധാരണക്കാരായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള സ്ത്രീകൾ ധരിച്ചിരുന്നതാണ് കല്ലുമാല. അത് ബഹിഷ്കരിച്ച് സവർണ ജാതിയിൽപ്പെട്ടവരെ പോലെ തന്നെ ആധുനിക ആഭരണ രീതികൾ അണിയാൻ വേണ്ടിയിട്ടുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു കല്ലുമാല സമരം എന്ന് പറയുന്നത്. അത് ഈ പേരിനാടിനടുത്തായിരുന്നു, അതായത് കൊല്ലത്തിനടുത്തുള്ള പേരിനാടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട സമര കേന്ദ്രം. അതുകൊണ്ടാണ് അതിനെ പേരിനാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെടുമങ്ങാട് ചന്തലഹളയും 1912 നടന്ന നെടുമങ്ങാട് ചന്തലഹളയും ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ്? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള എന്ന് പറയുന്നത്. ഇനി ആളിക്കൊത്തിയ തീപ്പൊരി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് ആളിക്കത്തിയ തീപ്പൊരി എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന
നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പേട്ടയിലാണ്, തിരുവനന്തപുരത്തെ പേട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജന്മസ്ഥലം പേട്ടയിലാണ്. അദ്ദേഹത്തിൻ്റെ 1863 ജനിക്കുന്നത്. 1950 അദ്ദേഹം സമാധിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേരെന്ന് പറയുന്നത് കുട്ടിയപ്പി എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ ആദ്യത്തെ ആശാൻ എന്ന് പറയുന്നത്. ഇനി ഈഴവ മഹാസഭ 1896 സ്ഥാപിക്കുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മഹാസഭ അഥവാ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈഴവ മഹാസഭ സ്ഥാപിക്കുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ഇത് ചോദിക്കാം. ഈഴവ മഹാസഭ സ്ഥാപിക്കുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഇനി SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പുവാണ്. നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ SNDPയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി പറഞ്ഞതാണ്. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ പൽപ്പു. ഓക്കെ. ഇനി തിരുവിതാംകോട്ടെ തീയൻ എന്ന് പറയുന്ന ലേഖനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ പൽപ്പുവാണ്. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിക്കുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് 1896 സമർപ്പിക്കുന്നത് ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവാണ്. ഓക്കെ. അപ്പോൾ നോക്കുക, ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന ചോദ്യം വരാം. ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. ആരാണ് സമർപ്പിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈഴവ മഹാസഭയാണ് സമർപ്പിക്കുന്നത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ്? 1896. രണ്ടാമതായിട്ട് വീണ്ടും ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് 1900-കളിലാണ്. ഈ പറയുന്ന സമയത്ത് കേഴ്സൺ പ്രഭുവിനാണ് മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്നതും ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ. ഇനി മാനസപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്, അദ്ദേഹത്തെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ്. ഓക്കെ. ഡോക്ടർ പൽപ്പുവിനെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ്. ഇനി നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചതോ സരോജിനി നായിഡു ആണ്. അപ്പം നമ്മൾ ഈ വിശേഷണങ്ങൾ മാറിപ്പോകരുത്. നോക്കുക, മാനസപുത്രൻ എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ്. അതുപോലെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ്. അതുപോലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ഓക്കെ. ഇനി ഇഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെട്ടിരുന്നതും ഡോക്ടർ പൽപ്പുവാണ്. നാരായണ ഗുരുകുലം 1923 സ്ഥാപിക്കുന്നത് ആരാണ്? നടരാജഗുരുവാണ്. ഇത് മാറിപ്പോകരുത്. നാരായണ ഗുരുകുലം എന്ന് പറയുന്നത് നടരാജഗുരുവാണ്. ഇത് ഡോക്ടർ പൽപ്പു അല്ല. ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ് നടരാജഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് നടരാജഗുരു എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നാരായണ ഗുരുകുലം സ്ഥാപിക്കുന്നത് 1923. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇവിടെ എടുത്തു വെച്ചത്. അപ്പോൾ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് 1923 ഫേൺഹിൽ നീലഗിരിയിലാണ് അത് സ്ഥാപിക്കുന്നത്. സ്ഥാപിച്ച വ്യക്തി നടരാജ ഗുരുവാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് നടരാജ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നടരാജ ഗുരു എന്ന് പറയുന്നത്. P നടരാജൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇനി സഹോദരൻ അയ്യപ്പന് സഹോദര സംഘം ആണ് അദ്ദേഹം സ്ഥാപിച്ച സംഘടന. 1917 അദ്ദേഹം സ്ഥാപിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറയുന്നത്. ഓക്കെ. ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറയുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി ഇവിടെ മിശ്ര ഭോജനം നമ്മൾ നേരത്തെ കണ്ടു. സമപന്തി ഭോജനം, അതുപോലെ പന്തി ഭോജനം, ഇതൊക്കെ കണ്ടു. ഇതുകൂടാതെ മിശ്ര ഭോജനം എന്ന് പറയുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. 1917 ചേറായിലാണ് മിശ്രഭോജനം നടക്കുന്നത്. ഇനി 1938 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് ആര് എന്ന് ചോദിച്ചാലോ അതും സഹോദരൻ അയ്യപ്പനാണ്. ഇനി അദ്ദേഹം ആരംഭിച്ച പത്രമാണ് വേലക്കാരൻ എന്ന് പറയുന്നത്. 1933 ഈ പത്രം ആരംഭിക്കുന്നത്. ഇനി മാസികയാണ് യുക്തിവാദി എന്ന് പറയുന്നത്. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളത് ചോദിക്കാം. 1928 യുക്തിവാദി മാസിക ആരംഭിച്ചത്. പിന്നെ സഹോദരൻ എന്ന് പറയുന്ന മറ്റൊരു മാസിക കൂടിയുണ്ട്, അത് മട്ടാഞ്ചേരിയിലാണ്. അപ്പം ഇങ്ങനെ ചോദിക്കാം, മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാസിക ഏത് എന്ന് ചോദിച്ചാലോ അത് സഹോദരനാണ്. സഹോദരൻ എന്നുള്ളത് മാസികയുടെ പേരാണ്. അതുപോലെ വിദ്യാഭൂഷണി എന്ന് പറയുന്ന മറ്റൊരു മാസിക കൂടിയുണ്ട്, അത് ചെറായിൽ വെച്ചിട്ടാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഈ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം എന്ന് പറയുന്നതും ചെറായിയാണ്.
ഓക്കെ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് ചെറായി എന്ന് പറയുന്നത്. ഇനി എ കെ ഗോപാലൻ. മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് എ കെ ഗോപാലൻ എന്ന് പറയുന്നത്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് എ കെ ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എ കെ ഗോപാലൻ. അദ്ദേഹവുമായി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് അതൊക്കെ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിൽ പങ്കുവച്ച വ്യക്തിയാണ് എ കെ ഗോപാലൻ. അത് കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപിക്കുന്നത് 1958 മാർച്ച് 8-നാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിക്കാം. എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ്. പട്ടിണി ജാഥ ആരുടെ നേതൃത്വത്തിലാണ്? 1936 എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ മാർച്ച് 22 എന്ന് പറയുന്നത് അദ്ദേഹത്തെ അന്തരിച്ച വർഷമാണ്. അത് AKG ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, മാർച്ച് 22, 1977 മാർച്ച് 22-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അത് എന്താണ്? AKG ദിനം ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മകഥയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു, അതുപോലെ മണ്ണിനു വേണ്ടി. ഇതൊക്കെ എ കെ ഗോപാലൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുകൂടാതെ എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന് പറയുന്ന മറ്റൊരു കൃതി, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന് പറയുന്ന ഒരു കൃതി, ഹരിജനം, അതുപോലെ എൻ്റെ ഡയറി. ഈ ഹരിജനം എന്ന് പറയുന്നതും നോട്ട് ചെയ്ത് വയ്ക്കുക. ഹരിജനം എന്ന് പറയുന്നത് പെട്ടെന്ന് പലരും ഗാന്ധിജി ആണ് എന്ന് വിചാരിക്കും. അല്ല, ഹരിജനം എന്ന് പറയുന്നത് എ കെ ഗോപാലൻ്റെ കൃതിയാണ്. അത് മാറിപ്പോകരുത്. കൂടാതെ മണ്ണിനു വേണ്ടി ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്നതൊക്കെ ആരുടെ കൃതികളാണ്? എ കെ ഗോപാലൻ്റെ കൃതികളാണ്. ഇനി പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന സവർണ വിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ്. ഓക്കെ, ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുമാരഗുരുദേവൻ എന്നുള്ളതാണ്. കുമാരഗുരുദേവൻ എന്നാണ് പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് അദ്ദേഹമാണ്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. അത് ഓർത്ത് വെക്കുക. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്ക് തൊട്ട് തന്നെ ക്രിസ്തുമതത്തിൽ ആകർഷണനായിട്ടുള്ള അദ്ദേഹം ക്രിസ്തുമതത്തിൽ ചേർന്നു യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം 1909 അതായത് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ യോഹന്നാൻ ക്രിസ്തുമതം ഉപേക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് പുലയൻ മത്തായി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാലും അത് പൊയ്കയിൽ യോഹന്നാൻ എന്നുള്ളതാണ്. അതുപോലെ ദ്രാവിഡ ദളിതൻ എന്ന ആശയം, ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ കൂടിയാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് അടിലഹള എന്ന് പറയുന്നത്. അതായത് അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് അടിലഹള എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപേരൂരിലാണ്. അതിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് ആദിയാർ ദീപമാണ്. ഓക്കെ, ഇത് മാറിപ്പോരുത്. ആദിയാർ ദീപമാണ് പൊയ്കയിൽ യോഹന്നാൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതാ സമാഹാരമാണ് രത്നമണികൾ എന്ന് പറയുന്നത്. രത്നമണികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതാ സമാഹാരമാണ്. പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ അനുമതിയോടെ അയിത്തജാതികർക്കായി തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചതും പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചതും പൊയ്കയിൽ യോഹന്നാനാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം
പൊയ്കൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 സ്ഥാപിച്ചു എന്നുള്ളത് ഓർമ്മിച്ച് വയ്ക്കുക. അതിൻ്റെ ആസ്ഥാനം ഇരവിപേരൂരാണ്. അതിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് ആധ്യാർ ദീപമാണ്. പിന്നെ കവിതാ സമാഹാരം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതാ സമാഹാരമാണ് രത്നമണികൾ എന്ന് പറയുന്നത്. കുമാരഗുരുദേവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതുകൂടാതെ ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നെ അദ്ദേഹം പുലയൻ മത്തായി എന്ന പേര് അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ക്ലാസ്സുകൾ HSC സോഷ്യൽ സയൻസ് അതുപോലെ കേട്ടറ്റ് 3 എന്നീ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.